പേര് സനൽ എന്നാണ്. എനിക്ക് ലിവറിൽ ക്യാൻസറാണ്. ബ്ലഡിൽ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന അണുക്കൾ കൂടുതലായതുകൊണ്ട് ഇമ്മ്യൂണോതെറാപ്പി പറഞ്ഞിട്ടുണ്ട്. ഒരു ഇമ്മ്യൂണോതെറാപ്പിക്ക് 10 ലക്ഷത്തോളം റുപ്യ ചിലവ് വരുന്നുണ്ട്. 14 ഇഞ്ചക്ഷൻ പറഞ്ഞിട്ടുണ്ട്. 1 കോടിയുടെ മുകളിൽ ചിലവുണ്ട്. എല്ലാവരും എന്നെ സഹായിക്കണം, വേറെ നിവൃത്തിയില്ലായിട്ടാണ്. എൻ്റെ അമ്മയ്ക്ക് 2 കിഡ്നിയും പോയിട്ട് ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും എന്നെ സഹായിച്ചിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. ജീവിച്ച് മതിയായിട്ടില്ല, എല്ലാവരും എന്നെ സഹായിക്കണം. പേര് ചന്ദ്രമതി തന്നെ. 4-5 കൊല്ലമായിട്ട് വയ്യ, കിഡ്നിക്ക് അസുഖമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകനാണ് എന്നെ നോക്കിയിരുന്നത്. അപ്പോൾ അവന് വയ്യാതായി. ഞങ്ങളെ ആരും സഹായിക്കാനില്ല. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ സുഷാമലമ്പൂരാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പട്ടാമ്പിക്കടുത്ത് വെള്ളിയാങ്കല്ല് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന 33 വയസ്സ് മാത്രം പ്രായമുള്ള സനലിൻ്റെ അടുത്താണ്. സനലിന് ക്യാൻസർ ബാധിച്ച് ഇപ്പോൾ ചികിത്സയിലാണ്. ഇമ്മ്യൂണോതെറാപ്പി ചെയ്യണമെന്നാണ് സനലിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നത്. ഈ ചികിത്സയ്ക്ക് ഏകദേശം 1,40 ലക്ഷം രൂപയോളം കണ്ടെത്തണം. സനലിൻ്റെ അമ്മയ്ക്കും കിഡ്നിക്കും അസുഖം ബാധിച്ച് 5 വർഷത്തോളമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടാണ് ജീവൻ നിലനിർത്തി വരുന്നത്. അതുകൊണ്ട് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഞങ്ങളെക്കൊണ്ട് കഴിയുന്നൊരു സഹായം ഈ കുടുംബത്തിനായിട്ട് ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ. എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഞങ്ങളുടെ സനലാണ്. സനൽ ഒരു വീടിൻ്റെ അത്താണിയായിരുന്നു. അദ്ദേഹത്തിനിപ്പോൾ ലിവറിന് ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ട് ഒരു കിഡ്നി പേഷ്യൻ്റാണ്. സ്ഥിരമായി ഡയാലിസിസ് ചെയ്തു വരികയാണ്. വീടിൻ്റെ ആശ്രയം സനലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവന് ഇങ്ങനത്തെ ഒരു അസുഖം വന്നതിന് ശേഷം മറ്റ് നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. RCCയുമായൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവിടെയൊന്നും ഇതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയൊരു ഉപദേശം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആസ്റ്റർ മെഡിസിറ്റിയിൽ ഞങ്ങൾ ഇവൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപിക്കുന്നത്. നിലവിൽ ഒരു 12 ഇഞ്ചക്ഷനെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് അടിയന്തരമായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഓരോ മാസവും ഒരു ഇഞ്ചക്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഇഞ്ചക്ഷന് 10 ലക്ഷം രൂപ വില വരുമെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടിലൊരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ട പണം സ്വരൂപിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി എല്ലാ സുമനസ്സുകളുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഷംസു, പരുതൂർ ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡ് മെമ്പർ. സനലിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായും PT ഷംസുദ്ദീൻ എന്ന ഞാൻ കൺവീനറായും 13-ാം വാർഡ് മെമ്പർ ഷൈജു